പരശുരാമൻ ഗോകർണത്തു നിന്നും എറിഞ്ഞ മഴു കന്യാകുമാരിയിൽ ചെന്ന് വീണപ്പോൾ അതുവരെയുള്ള കടൽ മാറി കരയായെന്നും അങ്ങനെ കേരളമുണ്ടായെന്നുമാണ് ഐതിഹ്യം. 1956 നവംബർ 1 ഭാഷാ സംസ്ഥാനം എന്ന നിലയിൽ ഐക്യകേരളം പിറവിയെടുത്തപ്പോൾ കന്നഡക്കാരനായ ഗോകർണേശനും തമിഴകത്തുകാരിയായ കന്യാകുമാരി ദേവിയും കേരളത്തിന് പുറത്തായി. കേരളം മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ മാത്രം മാതൃഭൂമിയായി. ആധുനിക മലയാള ഭാഷയുടെ ഈറ്റില്ലമാണ് തിരൂർ തുഞ്ചൻ പറമ്പ്. ഭാഷാപിതാവായി രാമാനുജൻ എഴുത്തച്ഛൻ ആദരിക്കപ്പെടുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പ്രഘോഷണം ചെയ്ത കുമാരനാശാന്റെയും ദേശീയ ബോധത്തിൻ്റെ ഉണർത്തുപാട്ടുകൾ പാടിയ വള്ളത്തോൾ നാരായണമേനോന്റെയും മലയാള സാഹിത്യത്തിന് ചരിത്ര സരണി സംഭാവന ചെയ്ത ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെയും സ്മാരക സ്തൂപങ്ങൾ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിലും മലയാള ഭാഷ കാണാമറയത്തേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയിലെ മറ്റ് ഭാഷകൾക്കുണ്ടായിട്ടുള്ള ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ആ ഭാഷകൾക്ക് നേരിടേണ്ടി വന്ന ഒരു അനുകൂലമായ ഒരവസ്ഥയോ ഇന്ന് മലയാളത്തിനില്ല. മലയാളത്തിൽ പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട്, പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നുമുണ്ട്, പുസ്തകോത്സവങ്ങളൊക്കെ നമ്മൾ കാണുന്നു, അവിടെ എല്ലാം പുസ്തകം മരിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പല പ്രധാനപ്പെട്ട ആനുകാലികങ്ങളുടെയും പ്രചാരം വളരെ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ദൃശ്യമാധ്യമങ്ങളുടെ വരവാണ്. കേരളത്തിന് മലയാള നാട് എന്നുകൂടി നാം പറയുന്നുണ്ട്. കാരണം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ നാം അത്രയും സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ആ സ്നേഹം ഏതാണ്ട് അപ്രത്യക്ഷമായി വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. മലയാള ഭാഷ മരിക്കുകയില്ല, നമ്മളതിനെ കുറേശ്ശെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദയാവധം വിധിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് മലയാള ഭാഷയുടെ സ്ഥിതി. കാരണം നമ്മുടെ നാടെങ്ങും പൊന്തി വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും നമ്മുടെ ജീവിത രീതിയിൽ വന്നു ചേർന്ന പകർച്ചകളും ഒക്കെ കൂടി കൂട്ടിവെച്ച് വായിക്കുന്ന സമയത്ത് നമുക്കൊരു മാതൃഭാഷ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അതിദയനീയമായ ഒരവസ്ഥയുണ്ട്. ഒരു ഭാഷ ആശയസംവേദനത്തിലുള്ള മാർഗം മാത്രമല്ല, ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ്, ജനജീവിതത്തിൻ്റെ ആകത്തുകയാണ്, സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ ബഹുസ്ഫുരണമാണ്. അമ്മയുടെ മുലപ്പാടിൻ്റെ മാധുര്യമുള്ള മലയാളം നമുക്ക് വേണ്ട, ഇംഗ്ലീഷ് പാൽപ്പൊടി മതി. മലയാള ഭാഷയെ കാഴ്ചബംഗ്ലാവിൽ ഒരു പുരാവസ്തുവായി സൂക്ഷിക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യതാബോധം മൂലം മലയാള ഭാഷയുടെ ആത്മബലവും ചാരുതയും നാം നശിപ്പിക്കുകയാണ്. ഓജസ്സും തേജസ്സുമുള്ള മലയാള ഭാഷ ജനസംസ്കൃതിയുടെ ജീവനാഡിയാണ്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൻ്റെ മാധുര്യവും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയുടെ ലാളിത്യവും കുഞ്ചൻ്റെ ജനകീയ കലയുടെ ലാളിത്യവും മലയാളത്തിൻ്റെ സമ്പത്താണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ കേരള പാണീയവും ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ നിഘണ്ടുവും മലയാളത്തിൻ്റെ വളർച്ചയുടെ നാഴികക്കല്ലുകളാണ്. പശ്ചിമഘട്ടങ്ങൾ കടന്നും കേരളം വളർന്നിരിക്കുകയാണ്. മലയാളി എത്തിപ്പെടാത്ത ഒരു ഭൂഖണ്ഡവും ഭൂലോകത്തിലില്ല. ലോകത്തിലെ ഓണംകറ മൂലകളിലും 4 മലയാളികളോടത്തെല്ലാം മലയാളി സമാജമുണ്ട്. നാട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രമുഖൻ വന്നാൽ വിളിച്ചു വരുത്തി മലയാളത്തിൽ 4 മൊഴി പറയിക്കാൻ അവർ മടിക്കാറില്ല. നാട്ടിലെ മലയാളി മലയാളത്തെ മൊഴി ചൊല്ലുമ്പോൾ മലയാളി എന്ന സ്വത്വബോധം ആത്മാവിൽ സൂക്ഷിക്കുന്നവരാണ് പ്രവാസി മലയാളികൾ. ഗ്രന്ഥശാല പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായപ്പോൾ വായിച്ചു വളരുകയെന്ന ആശയപ്രചരണമാണ് മലയാള ഭാഷയുടെ ശക്തി പ്രോജ്വലമാക്കിയത്. ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ വായനാശീലം കുറയുകയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ സർക്കുലേഷൻ ഇടിയുകയും ചെയ്തു. അപവാദ വ്യവസായം നടത്തുന്ന മാധ്യമങ്ങൾ മാത്രം തഴച്ചു വളരുന്നു. പ്രതിസന്ധികൾക്കിടയിലും കാലത്തെ അതിജീവിക്കുന്ന പുസ്തകങ്ങൾ മരിക്കുന്നില്ല. നമ്മുടെ സ്വത്വാഭിമാനത്തെ നിർണ്ണയിക്കുന്നത് നമ്മുടെ ഭാഷയാണ്, അത് മലയാളമാണ്. 1. 2, നമ്മൾ ഇന്ന് മലയാളത്തിന് പകരം ഇംഗ്ലീഷിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയോ പ്രതിഷ്ഠിക്കാമെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സർഗാത്മക ജീവിതത്തെ സാരമായി ബാധിക്കും. ഇംഗ്ലീഷ് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നവർ കേരളത്തിലുണ്ട്. കേരളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ തന്നെ മൗലികമായിട്ട് രചനകൾ നിർവഹിച്ച സമ്മാനം കിട്ടിയവരുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷേ അവനവൻ്റെ ആത്മാവിൻ്റെ സ്വരം
ആത്മാവിൻ്റെ ലയം, ആത്മാവിൻ്റെ ശബ്ദം, ശൈലി, അതിൻ്റെ നിറം, വർണ്ണം, ഗന്ധം, ഇതൊക്കെ തന്നെ പ്രകാശിപ്പിക്കുന്നതിന് സ്വന്തമായ ഭാഷ തന്നെ വേണം. ഇന്ത്യൻ ഭാഷകളിൽ സാഹിത്യമന്മയിൽ ബംഗാളിയും തമിഴും കഴിഞ്ഞാൽ മലയാളമാണ് മുന്നിൽ. പരമോന്നത ജ്ഞാനപീഠ പുരസ്കാരം 5 തവണ മലയാളത്തിൽ ലഭിച്ചത് ഒരു ചെറിയ കാര്യമല്ല. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ടി വാസുദേവൻ നായർ, ONV കുറുപ്പ് എന്നിവർ മലയാള ഭാഷയുടെ ശക്തി സ്വരൂപങ്ങളാണ്. എന്നിട്ടും മലയാളത്തെ മറക്കുന്നത് മലയാളി തന്നെ. മലയാള ഭാഷയെ നിലനിർത്തുന്ന ഒരു കലാരൂപമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. മലയാള സിനിമയിൽ കൂടുതലും മലയാളം തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ നാടിനെയും നാട്ടിൻപുറത്തെയും ഒന്നും മറക്കാതിരുന്നത് അതുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുമ്പോഴും ഞാൻ കടന്നു വന്ന വഴികളും ഞാൻ വളർന്ന സാഹചര്യങ്ങളും എൻ്റെ നാടും നാട്ടുകാരും നാട്ടിലെ ഇടവഴികളും തോടും കുളവും പാലവും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു. കാനേഷുമാരി കണക്ക് പ്രകാരം 3.5 കോടിയോളം ജനങ്ങൾ വാമൊഴിയായും വനമൊഴിയായും ഉപയോഗിക്കുന്ന ഭാഷയാണ് മലയാളം. 3600-ലേറെ വരുന്ന ലോകഭാഷകളിൽ 27-ാം സ്ഥാനമാണ് മലയാളത്തിന്. ഗ്രീക്ക് ഭാഷയ്ക്ക് 43-ാം സ്ഥാനവും സ്വീഡിഷ് ഭാഷയ്ക്ക് 46-ാം സ്ഥാനവും മാത്രം. 4 ലക്ഷം പേരുടെ മാത്രം ഭാഷയായ ഫിന്നിഷ് ഭാഷ മാധ്യമമാക്കിയ ഹെൽസിങ്കി സർവകലാശാലയും ഹീബ്രു ഭാഷ മാധ്യമമാക്കിയ ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയും വിശ്വോത്തരമാണ്. ഈ മാതൃക സ്വീകരിക്കാൻ മലയാളത്തിന് കഴിയുമോ? 2012-ലെ കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിൽ മലയാളം സർവകലാശാല പിറന്നു. കേരള സർവകലാശാലയുടെ ആദ്യ രൂപമായ 1937-ൽ പിറന്ന തിരുവിതാംകൂർ സർവകലാശാലയുടെ മുഖ്യലക്ഷ്യം മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വികസനമായിരുന്നു. ഒരു ഡസനിലധികം സർവകലാശാലകൾ പിന്നീട് വന്നെങ്കിലും ആ മൗലിക ലക്ഷ്യം നിറവേറ്റപ്പെട്ടില്ല. ഈ സർവകലാശാലകളെ ഒന്നും മലയാളീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. തെലുങ്കരും തമിഴരും ഭാഷാ സർവകലാശാലകൾ തുടങ്ങിയപ്പോഴാണ് മലയാള സർവകലാശാല എന്ന വാദം നാം ഉന്നയിച്ചത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മഗേഹവും കർമ്മമണ്ഡലവുമുള്ള തിരൂർ തുഞ്ചംപറമ്പിലാണ് മലയാള സർവകലാശാല പിറന്നു വീണിരിക്കുന്നത്. മലയാള ഭാഷ, സാഹിത്യം, സംസ്കാരം, ചരിത്രം എന്നിവ മുതൽ മാധ്യമപ്രവർത്തനം വരെ പാഠ്യവിഷയങ്ങളാണ്. മലയാള ഭാഷാസ്നേഹിയും കവിയും സഹപ്രതിഭയുമായ കെ ജയകുമാറാണ് പ്രഥമ വൈസ് ചാൻസലർ. മലയാള ഭാഷയിലെ ഗവേഷണം മിക്കപ്പോഴും വിലക്ഷണമാണ്. പുസ്തകങ്ങൾ കരണ്ടതിന് ഛർദ്ദിക്കുന്നതാണ് ഗവേഷണ പ്രബന്ധങ്ങൾ. എഴുത്തച്ഛൻ്റെ എഴുത്താണിയും കുഞ്ചൻ്റെ കുടുമയും വരെ ഗവേഷണ വിഷയങ്ങളാണ്. UGC സ്കെയിലുള്ള കോളേജ് വാദ്യരാകുന്നതിന് വേണ്ടിയുള്ള കുറുക്കുവഴി. ഇപ്പോൾ നമുക്കുള്ള മലയാള ഭാഷാ വകുപ്പുകളിൽ തന്നെ മലയാള ഭാഷ കൂടുതൽ വളർത്താനും അത് കൂടുതൽ പ്രചാരത്തിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികൾ നമുക്ക് നടത്താൻ കഴിയും. മലയാള ഭാഷയെയും സംസ്കാരത്തെയും വികസിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടായ സർവകലാശാലയാണ് കേരള സർവകലാശാല. പക്ഷേ ഇന്ന് കേരള സർവകലാശാലയിൽ മലയാളം അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ വിശേഷം നിലനിൽക്കുക ചെയ്യും. ദക്ഷിണേന്ത്യൻ ഭാഷകളായ തെലുങ്ക്, കന്നഡ, തമിഴ് എന്നിവയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടും മലയാളത്തിൽ നൽകാൻ അധികാരികൾ വൈമുഖ്യം കാട്ടിയപ്പോഴാണ് മലയാളികൾ അലമുറയിട്ടത്. വിദഗ്ധ സമിതിയുടെ പരിശോധനാ ഫലം പുറത്തുവരാൻ വർഷങ്ങൾ വേണ്ടിവന്നു. സാക്ഷരതാ നിരക്കിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളീയരുടെ മാതൃഭാഷയായ മലയാളത്തിന് ഇപ്പോൾ മാത്രമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. വൈകിക്കിട്ടിയ അംഗീകാരം. ഒരു ലോകഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം നമുക്ക് ഇടിച്ചു കാട്ടാനാവില്ല. എന്നാൽ ഇംഗ്ലീഷിന് കപടമായ ഒരു ആധികാരികത നൽകി ബഹുമാനിക്കാനാണ് മലയാളികൾക്ക് താല്പര്യം. വെളുത്ത സായിപ്പന്മാർ നാട് വിട്ടെങ്കിലും കറുത്ത സായിപ്പാവാനാണ് നമുക്ക് മോഹം. കേരളത്തിൽ ജനിക്കുന്നവരെല്ലാം ഭാവിയിൽ വിദേശത്ത് ജീവിക്കേണ്ടവരാണെന്ന ഭാവം. CBSE, ICSE സിലബസുകളുള്ള സ്കൂളുകളിൽ മലയാളം ഭാഷ തന്നെയില്ല. +2 ക്ലാസ്സുകളിൽ മലയാളത്തിനു പകരം അറബിയും ഫ്രഞ്ചും ജർമ്മനും പഠിക്കാൻ താല്പര്യപ്പെടുന്നവരുടെ സംഖ്യ ഏറുകയാണ്. ലോകത്തെ എല്ലാ പരിഷ്കൃത ജനസമൂഹങ്ങളും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്നുള്ളത്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്വാഭാവികമായിരിക്കുന്ന കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ നൈസർഗികമായ സിദ്ധി വികസിപ്പിച്ചെടുക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായും അതിനകത്ത് നമ്മുടെ സംസാര ഭാഷ, നമ്മുടെ ചിന്തയുടെയും നമ്മുടെ വികാരത്തിൻ്റെയും ഭാഷ ഒരു വലിയ ഘടകമാണ്. മിക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും മലയാളം പറയുന്നത് കർശനമായി വിലക്കിയിരിക്കുന്നു.
അറിയാതെ പറഞ്ഞു പോയാൽ പിഴ ശിക്ഷയാണ്. മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ മൊട്ടയടിച്ച സംഭവങ്ങൾ മലയാള നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇവർ മലയാളത്തിൻ്റെ തലയാണ് മുണ്ടനം ചെയ്യുന്നത്. ആദ്യമായി കുട്ടി പഠിക്കേണ്ടത് കുട്ടിയുടെ ചുറ്റുപാടുമുള്ള സസ്യപ്രകൃതി, ജന്തുപ്രകൃതി, ബന്ധുക്കളായിരിക്കുന്ന ആളുകൾ, സ്വന്തം വീട്, സ്വന്തം കുടുംബം. അങ്ങനെ സ്വന്തം എന്ന് ഏറ്റവും തൊട്ട് മുമ്പിൽ ആദ്യമായി കാണുന്നവയൊക്കെ പഠിക്കുന്നതിന് സ്വന്തം ഭാഷ തന്നെ മാധ്യമമായേ മതിയാവൂ. ഇംഗ്ലീഷ് മീഡിയം എന്തുകൊണ്ട് ഇങ്ങനെ വ്യാപകമാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം മലയാളി ഭയങ്കര സ്വാർത്ഥനായിത്തീരുന്നു. പ്രയോജനം കിട്ടുന്നത് എന്തുണ്ടോ അതേ ഇന്ന് മലയാളിക്ക് പ്രിയങ്കരമായിട്ടുള്ളൂ. ജോലി കിട്ടാൻ സാധ്യതയുള്ളത് എന്താണ്, അതിനോട് പറ്റിയ കോഴ്സ് എന്താണ്, ഈ മലയാള ഭാഷ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകാനാണ്, പ്രത്യേകിച്ചും ആഗോളവൽക്കരണമൊക്കെ ഉണ്ടാകും. ഇതാണ് ഒരു വിചാരം. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഈ നാട്ടിൽ ജീവിക്കാനുള്ളതല്ല, പുറത്തെങ്ങാണ്ട് പോയി ജീവിച്ച് കാശും കൊണ്ട് വരാനുള്ളതാണെന്നൊരു ഒരു ചിന്തയാണ്. അത് കാരണം എല്ലാവരും ഉണ്ടല്ലോ ഈ ഇംഗ്ലീഷ് തന്നെ പഠിപ്പിക്കുക. ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദിയിൽ മാത്രമല്ലേ ഒക്കുള്ളൂ. അതുകൊണ്ട് അന്യഭാഷ പഠിപ്പിക്കുക, മലയാള ഭാഷയുടെ അവഗണിക്കുക എന്നുള്ളൊരു രീതി വന്നിട്ടുണ്ട്. ഈ കുട്ടികൾ പുറത്തുപോയി വളരണം എന്നുള്ളൊരു മട്ട് വന്ന് ആ ഒരു ചിന്ത കൊണ്ട് നമ്മളൊരു പ്രയോജനവാദികളാണ് പൊതുവേ മലയാളികൾ. എവിടെ സൗകര്യം കിട്ടും, പ്രയോജനം കിട്ടുന്നു അതിന് പുറകെ പോകും. അപ്പോൾ മാതൃഭാഷയെല്ലാം അങ്ങനെ നമ്മൾ വളരെയധികം അവഗണിച്ചിരിക്കും. ഇംഗ്ലണ്ടിൽ പോയി വന്ന ഒരു നേതാവിനോട് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ലണ്ടനിലെ കുട്ടികൾ എത്ര മണിമണിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതുപോലെ നമ്മുടെ കുട്ടികൾക്കുമാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഇതൊരു വിഡ്ഢിത്തമല്ല, ഒരുതരം അടിമത്തമാണ്. നമ്മുടെ കുട്ടികൾ മലയാളം ഉപേക്ഷിച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ വിശ്വചക്രവാളത്തിലെത്താൻ കഴിയൂവെന്നാണ് പുതിയ സങ്കല്പം. ഇംഗ്ലീഷിൽ കടുകുറക്കുന്നതാണ് ഇവർക്ക് രുചികരം. ഒത്തിരി കാലം ഈ ഇംഗ്ലീഷുകാരുടെ കീഴിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സാമ്രാജ്യത്വത്തോടുള്ള നമ്മുടെ ഒരു വിധേയത്വമാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ ഒരാൾ വളരെ ഉയർന്ന ആളാണെന്നോ പരിഷ്കൃതനാണെന്നോ മറ്റുള്ളവർ ധരിക്കുക എന്നുള്ള ധാരണയിൽ നിന്നാണ്. മലയാളികളായി പിറന്ന രക്ഷിതാക്കൾ കുട്ടികളെ മലയാളം വീട്ടിൽ പോലും പറയാൻ അനുവദിക്കാറില്ല. എല്ലാ വിദ്യാലയങ്ങളിലും മലയാളം നിർബന്ധിത ഒന്നാം പാഠ്യഭാഷയാക്കണമെന്ന LDF സർക്കാരിൻ്റെ തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ മലയാളത്തോട് പൂർണ്ണ അയിത്തമാണ്. ത്രിഭാഷാ പദ്ധതി അംഗീകരിച്ച രാജ്യമാണ് നമ്മുടേത്. എന്നാൽ അത് നടപ്പിലാക്കുന്നതിൽ ജാഗ്രത കാട്ടിയില്ല. ത്രിഭാഷാ പദ്ധതി ഇനിയെങ്കിലും നിർബന്ധമായും നടപ്പിലാക്കാൻ കേന്ദ്രം തയ്യാറാകണം. അധിനിവേശ സംസ്കാരം മലയാളത്തിൻ്റെ ചാരിത്രം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. നാക്കുപടിക്കാത്ത സായിപ്പിന് അനുകരിച്ച് തുടങ്ങിയപ്പോൾ അക്ഷരസ്ഫുടതയും ഉച്ചാരണ ശുദ്ധിയുമുള്ള മലയാളം നമുക്ക് അന്യമായി. ഇന്ന് മലയാളികൾക്ക് മലയാളം മലയാളമാണ്. ഡാഡി മമ്മി സംസ്കാരം മലയാള ഭാഷയെ വികലമാക്കുന്നു. ശുദ്ധ മലയാളത്തിൻ്റെ സ്ഥാനത്ത് ഒരുതരം സങ്കര ഭാഷ, മണിപ്രവാള മാതൃകയിലുള്ള പുതിയ ഭാഷ, മധുരമായ മലയാളം നാം മറക്കുകയാണ്. യാതൊരു വിവരവുമില്ലാതെയാണ് ഈ സീരിയലിലെ കൊച്ചു കുട്ടികളൊക്കെ വന്ന് നിന്ന് പാട്ട് കാണണോ, കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നത്. പാട്ട് കാണാനുള്ളതാണ്, പാട്ടിൻ്റെ ചിത്രീകരണം കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ പാട്ട് കാണണോ എന്ന് ചോദിക്കുന്നു. പിന്നെ ഉച്ചാരണം എന്ന് പറയുന്നത് കേട്ടാൽ വളരെ ദുഃഖം തോന്നും, ചിലപ്പോൾ രോഷവും തോന്നും. ആ തരത്തിലുള്ള ഉച്ചാരണമാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ അധികൃതർ എന്നുള്ളതിന് അധികൃതരെന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. അതേസമയത്തോ അധകൃതരെയോ അധകൃതർ എന്ന് പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇത് നമ്മുടെ ഭാഷ ശുദ്ധമായി നമ്മൾ ഉപയോഗിക്കണം. ഈ ചാനലുകളിലുള്ള മലയാള മലിനീകരണം ഭയങ്കരമാണ്. കാരണം വളരെ നല്ല വസ്ത്രമിട്ട് ആകർഷണീയമായ രീതിയിൽ ചിരിച്ച് രസിപ്പിച്ച് ഈ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ നമ്മുടെ മുന്നിലെത്തുമ്പോൾ സ്വാഭാവികമായും നമ്മളെ അവരാകർഷിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വായിൽ നിന്ന് വരുന്ന മലയാളം കേട്ടാൽ കഷ്ടമാണ്. എന്ന് മാത്രമല്ല, ഇതൊരു തരം സ്ഥിരീകരിക്കുന്ന ഇടപാടായി ഇപ്പോൾ മാറിയിരിക്കുന്നു. കാരണം കമ്പയർ ചെയ്യുന്ന മലയാളം എന്ന് പറഞ്ഞാൽ ഒരു മംഗ്ലീഷാണ്. അത് നല്ല മലയാളം ആയിരിക്കില്ല, ശുദ്ധ മലയാളം ആയിരിക്കില്ല എന്ന രീതിയിലായിരിക്കുന്നു. പക്ഷെ നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മാധ്യമം നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടെ പ്രതിഫലനമായിരിക്കണം, അതിൻ്റെ മാധ്യമമായിരിക്കണം. അപ്പോൾ ചാനലുകൾ ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നവരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ഉച്ചാരണ ശുദ്ധി, അവരുടെ മലയാള പദാവലി അവർ ഉപയോഗിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ പരിപാടികൾ അവതരിപ്പിക്കാവൂ. ദൃശ്യമാധ്യമങ്ങളിലെ അവതാരക പിള്ളേർ മലയാള ഭാഷയെ മാനഭംഗപ്പെടുത്തുകയാണ്. TV അവതാരക രഞ്ജിനി ഹരിദാസിൻ്റെ ഭാഷയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പോപ്പുലർ ഭാഷ. ഇംഗ്ലീഷും മലയാളവും കൂടിക്കലർന്ന മംഗ്ലീഷ്. ആധുനിക സങ്കര മലയാള ഭാഷയുടെ മാതാവ് രഞ്ജിനി ഹരിദാസാണ്.
ആങ്കർ ചെയ്യുന്ന കുട്ടികളെ അതുകൊണ്ട് പാളയം മാർക്കറ്റിൽ കൊണ്ട് നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലാണ്. പക്ഷേ നമ്മുടെ സാധാരണ ഭാഷ, ഇവിടുത്തെ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ കേട്ട് വളരാൻ പറയണം. 1. 2, കുട്ടികളെ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ഒരു കുട്ടിയായിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയണം. ഇത്തവണത്തെ കോൺടെസ്റ്റിൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഒറ്റ വാചകത്തിൽ ഒരു 6 ഇംഗ്ലീഷാണ്. അത് കടിച്ചു പിടിച്ചാണ് പറയുന്നത്. മലയാളം പറയുന്നത് തന്നെ വളരെ വളരെ ഇങ്ങനെ ചെത്തി മിനിക്കുക പോലെയാണ് പറയുന്നത്. ചെത്തി എടുത്ത വാക്കുകളാണ്. വളരെ പ്രയാസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ 6ാം ഇന്ദ്രിയമായ ഭാഷയെ നാം ആർക്കോ വേണ്ടി അടിയറ വയ്ക്കുകയാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്, പെറ്റമ്മ, തൻ ഭാഷ താൻ എന്ന് ഉറക്കെ പാടാൻ നമുക്ക് കഴിയുമോ? മലയാളികൾ പെറ്റമ്മയെ മറക്കുകയാണ്. ഒരു മൃതഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്ന മലയാളം ഒരു ജീവൽ ഭാഷയായി മാറണമെങ്കിൽ മലയാളത്തിൻ്റെ ഉണ്മയും നന്മയും വളരണം. മലയാളിയുടെ സ്വത്വബോധവും ആത്മാഭിമാനവും ഉണരണം.